സങ്കട വാർത്ത ഞാൻ പറയട്ടെ. ഈ വെയിറ്റ് ചെയ്തിട്ട് എന്താ പറയാ ഇതായിട്ട് 8 മണിക്കെത്തേണ്ട അംജുക്ക 9 മണിക്കാണ് എത്തുന്നത്. 1 hour ഡിലേ ഫ്ലൈറ്റ്. അംജുക്ക എത്തിയിട്ടുണ്ട്. അംജുക്കാനെ കാണാൻ പോണേന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു റോസ് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ അംജുക്കാനെ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്തു കൂട്ടാന്ന് അറിയില്ല. എനിക്ക് ഈ വ്ളോഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്താ പറയുക, ഇത് എത്ര കാലത്തൊന്നും എനിക്കറിയില്ല. അംജുക്ക ഇന്ന് വരുവാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബ്രെയിന് ഇപ്പോഴും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അംജുക്ക വരുവാണ് അന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ ഇനിയിപ്പോൾ പ്രത്യേകം പറയണമെന്നില്ല. ഇപ്പോൾ ബേബിക്ക് ഈ മാസം 16th 5 months ആവും പീക്കൂസിന്. അപ്പോൾ ഇതുവരെ അവൾ അംജുക്കാനെ കണ്ടിട്ടില്ല, അംജുക്ക അവളെയും കണ്ടിട്ടില്ല. എൻ്റെ ഡെലിവറി ടൈമിൽ എനിക്കും അംജുക്കാനെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അംജുക്കാനെ ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളെ ഫസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ എയർപോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അതും ഞങ്ങളുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണത്തിന് കുറച്ച് ദിവസങ്ങളുള്ളപ്പോഴാണ് ഞാൻ അംജുക്കാനെ ഫസ്റ്റായിട്ട് ഞങ്ങൾ നേരിൽ തന്നെ ആദ്യമായിട്ട് കാണുന്നത്. ആ ഒരു സെയിം ഫീൽ തന്നെ. ഞങ്ങളുടെ മെയിൻ എല്ലാ മൊമെൻറ്റ്സും എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എയർപോർട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് അംജുക്കാനെ ഞാൻ റിസീവ് ചെയ്യാൻ ഞാൻ മാത്രമല്ല, അന്ന് ഞാൻ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് പീക്കൂസും കൂടി ഉണ്ട് അംജുക്കാനെ കൊണ്ടുവരാൻ വേണ്ടി. എനിക്ക് ഭയങ്കര സന്തോഷം മാത്രമല്ല, എനിക്ക് സങ്കടവും എനിക്കറിയില്ല. ഞാൻ ഇത്രയും ദിവസം ഞാനിങ്ങനെ എടുത്തടക്കി വെച്ച പല സാധനങ്ങളും എനിക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഇത്രയും ഡെലിവറിക്ക് അംജുക്ക ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ തന്നെ ഓക്കെ എന്നെ തന്നെ അത് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിരുന്നത് എൻ്റെ യൂട്യൂബിൽ നിന്നായിരുന്നു. യൂട്യൂബ് ഫാമിലി അത് ഞാൻ ഒരു പോസ്റ്റ്മോർട്ടം ഫേസിലായിരുന്നു. ഇത്ര ആൾക്കാരെന്നോട് ഡിവോഴ്സ് ആയല്ലേ, അംജുക്ക തേച്ചല്ലേ, അംജുക്ക പോയല്ലേ, അംജുക്കാക്ക് വേറെ സെറ്റപ്പ് ഉണ്ടല്ലേ, അംജുക്ക തേച്ചല്ലേ, നീ ഭർത്താവിനെ കളഞ്ഞല്ലേ, നിനക്ക് ഭർത്താവും കുടുംബമൊന്നും വേണ്ടല്ലോ, നീ ഒറ്റ തടിയല്ലേ, നിന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഇതൊക്കെ തന്നെ വിധി. അപ്പോഴും ഞാൻ എന്താ പറയുക, ഒരുമാതിരി എറഗൻസാണ് ഞാൻ കാണിച്ചിരുന്നത്. സങ്കടമല്ല ഞാൻ കാണിച്ചിരുന്നത്. സങ്കടം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തോറ്റ പോലെ ആവൂലേ, ഞാൻ വീക്കായ പോലെ ആവൂലേ. അപ്പം ഉള്ളിലത്തെ ഫീലിങ്സൊക്കെ ഞാൻ ഇതുവരെ ഞാൻ ഫേക്ക് ചെയ്ത് നിന്നിട്ടില്ല. പക്ഷെ എൻ്റെ സങ്കടം വിഷമമൊക്കെ ഫേക്ക് ചെയ്ത് നിന്നിട്ടാണ് ഞാൻ ആ ധൈര്യം കാണിച്ചത്. കാരണം ഞാൻ കരഞ്ഞ് തളർന്നിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ പീക്കൂസിൽ ആര് ചിരിപ്പിക്കും, കളിപ്പിക്കും. ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഞാൻ എന്താ പറയുക, കുറേ തർക്കുത്തരം പറയും ഇങ്ങനെ ചോദിക്കുന്നവരോട്. ഞാൻ ഉള്ള പോലെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അംജുക്കാക്ക് വരാൻ പറ്റാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ഉള്ളത്. എന്നിട്ടും ഇതേ തന്നെ കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് വരെ എനിക്ക് കമൻസ് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സഹിക്കായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടേക്ക് വരെ എത്തി. അയ്യോ ആ കൊച്ചിൻ്റെ വിധി, ആ കൊച്ചിൻ്റെ ജാതകം ഏതാണ്, കൊച്ചു ജനിച്ചതും തന്നിട്ടിട്ട് പോയല്ലേ. അത് കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം വന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പം എന്നെയോ അംജുക്കാനെയോ ഒന്നും പറയുന്ന പോലെയല്ലേ. നമ്മളിപ്പോൾ ഒരു കൊച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉള്ള കാര്യം പറയാം, അവൾ ജനിച്ചതിലേ ഞങ്ങളെ ഭാഗ്യം തുടങ്ങിയെന്ന്. കാരണം ഞങ്ങൾ ഇപ്പം അംജുക്കാക്ക് തന്നെ വരാൻ പറ്റായിരുന്നത് എൻ്റെ ഡെലിവറിയുടെ ഒരാഴ്ച മുന്നെയാണ് അംജുക്ക പുതിയ ജോലിക്ക് സ്വിച്ച് ചെയ്യേണ്ടി വന്നത്. കാരണം അംജുക്കയുടെ വിസ അവസാനിക്കുവാണ്, ഇതുവരെയുള്ള വിസ അവസാനിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ ജോലിക്ക് മാറിയേ പറ്റൂ. പെട്ടെന്ന് വരേണ്ട COS വരാൻ സമയമെടുത്താൽ ഞങ്ങൾക്ക് 4-5 മാസം. ഞങ്ങൾ ആക്ച്വലി 1 വർഷത്തോളം വെയിറ്റ് ചെയ്ത് നിന്ന്, അത് വേറെ കാര്യം. പക്ഷെ 5 മാസം എടുത്ത് COS വരാൻ. അപ്പോൾ ഈ വിസ അടിച്ച് കിട്ടാണ്ട് കൺട്രി ലീവ് ചെയ്യാൻ പറ്റില്ല. COS കിട്ടി, പിന്നെ വിസ അടിച്ച് കിട്ടാനാണ് പിന്നെ ഞങ്ങൾക്ക് ഇതായത്. അങ്ങനെ ഇന്നലെയാണ് ആ വിസ അടിച്ച് കിട്ടിയത്. കുറേ പേർക്ക് ഞാൻ പല വീഡിയോസിലത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം. എന്നിട്ടും ആൾക്കാരില്ല, നീ ഡിവോഴ്സായി. എനിക്ക് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സായി എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ എങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയും. പിന്നെ എന്താ പറയുക, ഇന്നലെയാണ് അംജുക്കാടെ വിസ അടിച്ച് കിട്ടിയത്. ഇന്നലെയാണ് വിസ രാവിലെ അടിച്ച് കിട്ടിയത്. ആ ദിവസം തന്നെ രാത്രി അംജുക്ക ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത്.
എത്ര വെയിറ്റ് ചെയ്തിരുന്നതെന്നറിയോ? എന്ന് വെച്ചാൽ വിസ അടിച്ച് കിട്ടിയാൽ അന്ന് രാത്രി തന്നെ എടുക്കും. അത് ഞങ്ങൾ മുന്നേ വിചാരിച്ചത് എന്നാണോ വിസ കിട്ടിയാൽ ഒന്ന് കൺട്രി ലീവ് ചെയ്യാൻ പറ്റുക അപ്പോൾ എടുക്കും. അല്ലാണ്ട് ഇത് അംജുക്കാട് ജോലി തിരക്കോ അല്ലെങ്കിൽ എൻ്റെ നെഗ്ലക്റ്റ് ചെയ്തോ ഒന്നുമല്ല. ഞാൻ വിസ അടിക്കാണ്ട് ആ രാജ്യം വിട്ട് വരാൻ പറ്റില്ല. ഒരു രാജ്യത്തേക്കും പോകാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല. കാരണം എൻ്റെ വിസ എക്സ്പയർ ആയി. ഇതാണ് പ്രശ്നം പറ്റിയത്. പക്ഷെ ഞാൻ സർവൈവ് ചെയ്ത പല സാധനങ്ങൾ എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് എനിക്ക് അംജുക്ക വരുന്നത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അംജുക്കാനെ കാണുന്ന വരെ ഞാനൊരു വല്ലാത്തൊരു പ്രഷർ കുക്കറിലാണ് ഉള്ളത്. പിന്നെ അംജുക്ക എന്താ പറയുക, അബുദാബി ത്രൂ ആണ് വരുന്നത്. നമ്മൾ എത്തിഹാദ് ഫ്ലൈറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അബുദാബി ലേ ഓവർ ഉണ്ട്. അപ്പോൾ അതും ഒരു ടെൻഷനാണ്. കാരണം എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല. മിസൈൽസൊക്കെ നമ്മൾ ന്യൂസേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്നറിയില്ല. പിന്നെ ഉമ്മ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് എന്തായാലും അംജുക്കാനെ കാണുമ്പോൾ എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്, ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഡെലിവറി ഡേ പോലെ തന്നെ സ്പെഷ്യലാണ് അംജുക്ക വരുന്നതും. പിന്നെ എന്നെ ജെനുവിൻലി സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. കാരണം ഇങ്ങനത്തെ കുറേ കമൻസും ഇങ്ങനത്തെ ന്യൂസുകൾ, ഒരുപാട് ന്യൂസൊക്കെ വന്നിട്ടോ. ഞാൻ തന്നെ അറിയാണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയായിരിക്കും. എൻ്റെ വീട്ടിലത്തെ പോലെ ഇപ്പം ഞാൻ മോളിൽ പോയപ്പോൾ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ മോളിൽ പോയത്. അപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു ഉമ്മ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എൻ്റെ മോളാട്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കിത് എന്തായാലും സന്തോഷമായിരിക്കും. പിന്നെ എൻ്റെ സങ്കടം, എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, എൻ്റെ സങ്കടം കാണാൻ വേണ്ടി ഇരിക്കുന്ന കുറേ പേരുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പീക്കോ ഇപ്പോൾ അംജുക്കാനെ ആദ്യമായിട്ട് കാണുന്നു, അംജുക്ക പീക്കോനെ ഫസ്റ്റായിട്ട് കാണുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ ഇപ്പോൾ അഫ്സുവും മഞ്ജുവും വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ്. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് അംജുക്കാനെ പിക്ക് ചെയ്യാൻ പോകുന്നത്. അഫ്സുവും ഞാനും ഒക്കെ കൂടിയാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. അഫ്സുവിൻ്റെ അഞ്ജുവിൻ്റെയും കുറേ വേണ്ടിണ്ടായി. ഞാൻ അഞ്ജു ഒക്കെ അടിച്ച് പിരിഞ്ഞു, ഞാനും അമ്മും അടിച്ച് പിരിഞ്ഞു, അംജുക്കാടെ വീട്ടുകാരായിട്ട് ഞാൻ അടിച്ച് പിരിഞ്ഞു. ഇനി കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. അല്ലെങ്കിൽ ഓൾറെഡി എനിക്ക് കുറേ സ്ട്രെസ്, ടെൻഷൻസ്, വേറെ പല കാര്യങ്ങൾ കൊണ്ട് എൻ്റേതായിട്ടുള്ള കുറേ വിഷമങ്ങളും സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ട്. അപ്പം അതിൽ കൂടെ പിന്നെ വന്നപ്പം എൻ്റെ കൊച്ചിനെ വെച്ച് വരെ പറഞ്ഞു തുടങ്ങി. അതാണ് എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ഡെലിവറി ഡേക്ക് പോലും ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ആലോചിക്കാം എത്രത്തോളം ഈ ഒരു പോസ്റ്റ്മോർട്ടം ഫേസിൽ പലവരുടെയും കമൻസ് എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ തളർന്നിട്ടില്ല. ഞാൻ ഓരോ ദിവസം ഞാൻ അതുകൊണ്ട് എൻജോയ് ചെയ്യായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണതൊക്കെ അത് കണ്ടിട്ട് കുറേ പേർക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പക്ഷെ അതും കൂടി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ തളർന്നേനെ. അല്ലേ പീക്കൂസേ? പീക്കൂസ് എൻ്റെ കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പീക്കൂസ് എന്നെ കൂടെ സംസാരിക്കുന്നു. അപ്പം ഇനി ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറണം. ഞാൻ ഡ്രസ്സ് മാറാനും പീക്കൂസിനെ റെഡിയാക്കണം ഫസ്റ്റ്. പക്ഷേ അഫ്സു അഞ്ചു എത്താൻ 30 മിനിറ്റേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെയും കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അംജുക്കാനെ റിസീവ് ചെയ്യാം. അവസാനം എന്നോട് ഭയങ്കര ജെന്യൂലായിട്ട് അംജുക്കാനെ പെട്ടെന്ന് കാണാൻ പറ്റട്ടെ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത എല്ലാവരോടും ഞാൻ പറയാം, അംജുക്കാനെ നമ്മളിന്ന് കാണാൻ പോവാണ് ഇൻഷാ അല്ലാ. അല്ലേ അമ്മ? ഇതിട്ട് കൊടുക്കാം, പുള്ളി പോയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി സോക്സ് ഇടാം. ഇതന്നെ ഇട്ട് കൊടുക്കാം, നല്ല രസമുണ്ടാവും. ഈ കുഷി ഇതൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാ? ഉമ്മ ഹാപ്പിയാണോ, എക്സൈറ്റഡ് ആണോ? ഉമ്മാടെ അംജുമോനെ കാണുന്നതില് പീക്കൂസും കാണുന്നതിലാണ് ഞാനും ഞങ്ങള് 3 പേരും ഉള്ളേ. ഞാനും ഉണ്ടെന്ന് പറ പീക്കൂസേ. അതന്നെ പീക്കൂസ് ഒക്കെ ഇല്ല. സോക്സ് ഇത് മതി. ആ ഡ്രസ്സിക്കില്ലേ ഉടുപ്പ് രസമുണ്ട്. ഡൈപ്പർ ഒന്ന് മോളെ ബേഗിലും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇറ്റ് ശുണ്ടിരിയാവും നമ്മൾ. ചുണ്ടറിയാവും ഇതൊക്കെ ഇട്ടിട്ട്. ഞങ്ങള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാട്ടോ. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് സുന്ദരിയായിട്ട് വരാന്ന് പറയും. ഈ കുസ് ഗൗരവത്തിലാണോ? അയ്യോ അയ്യോ, ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ, സുന്ദരിയായിട്ട് വരാം. എങ്ങനെ പീക്കൂഷേ? ഉമ്മയൊക്കെ എങ്ങനെ? പീക്കൂച്ച എന്തായി നോക്കണേ?
ആ ആ ആ ഇതെവിടെ പീക്കൂശേ? അയ്യോ എന്നെ പിച്ചല്ലേ. ആ പാവം പുലിക്കുട്ടീനെ കടിക്കാൻ നോക്കുന്നു. പാവം പുലി. അയ്യോ പീക്കൂസിനാരോ വീഡിയോ എടുക്കുവാണോ? പീക്കൂസ് വീഡിയോ എടുക്കുവാണോ? ആ ആ നമുക്ക് റെഡി ആവണ്ടേ? ഡൈപ്പറൊക്കെ മാറ്റി ഉടുപ്പൊക്കെ മാറ്റി ചുണ്ടി കേട്ട് പപ്പാനെ വിളിക്കാൻ പോണ്ടേ? പപ്പാനെ വിളിക്കാൻ പോണ്ടേ? ഇപ്പൊ ശുണ്ടിന് മാമി 5 എത്തൂലോ. നമ്മള് വിളിക്കാൻ പോവൂലോ. ചുണ്ടിരിയാണോ അമ്മാടെ? ചുണ്ടിരിയാണോ? അതെ ഉടുപ്പൊക്കെ വലിയ പെൺകുട്ടിയാ. ഈ പീക്കൂശ് വിരല് മൊത്തം തിന്ന് തീർക്കുവാട്ടോ. മൊത്തം വിരലൊക്കെ തിന്ന് തീർക്കും. പീക്കൂസെ നമ്മളെ കളി നമുക്ക് കാണിച്ചു കൊടുക്കാം. പീക്കൂസെ എങ്ങനെയാന്ന് കളി കാണിച്ചു കൊടുക്കാം. ഇപ്പൊ കളിക്കുവോ? ഇപ്പൊ എന്നെ തിന്നാളെ മൂടാൻ തോന്നുന്നു. ഇപ്പൊ തിന്നാളെ മൂടാനോ? എങ്ങനെ മമ്മ എങ്ങനെ ചുമക്ക? എങ്ങനെ മമ്മ ചുമക്ക? അപ്പൊ പീക്കൂസ് എങ്ങനെ ചുമക്ക? മമ്മ കണ്ടുകഴിഞ്ഞ ഇങ്ങനല്ലേ മമ്മ ചുമക്ക അല്ലേ? അപ്പൊ പീക്കൂസ് ഇങ്ങനെ ചിരിക്കൂലേ? ഇങ്ങനല്ലേ മമ്മ ചുമക്ക? പപ്പാക്ക് വന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാട്ടോ എങ്ങനെ നമ്മൾ കളിക്കാന്ന്. ഒന്ന് പറയുമ്പോ നമ്മൾ ചിരിക്കാൻ കാണിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം. ഓക്കെ ഗുഡ് ഗേൾ ആയിട്ടിരിക്കും. ഹലോ ഒന്നും കൂടെ സുന്ദരിയായിരിക്കുന്നു. അഞ്ചും ട്രിപ്പിൾ സുന്ദരിയായിരിക്കുന്നു. നല്ല യാത്രയായിരുന്നു. ഏത് സംഭവം ഞാൻ ഇന്നലെ രാത്രി നോക്കിയപ്പോഴേ ഏകദേശം ഒരു 3 മണിയാകുമ്പോ ഇവിടെ എത്തണം. എടോ നമ്മള് അവിടുന്ന് ഇതേപോലെ ട്രിവാൻഡ്രത്ത് നമ്മൾ ഇറങ്ങുമ്പോ ഒരു കാൽക്കുലേഷൻ പക്ഷെ എത്തി വന്നപ്പോ 8-9 മണിക്കൂർ എടുത്തില്ല നമ്മള്. ഒരു 8 മണിക്കൂർ അതെ 8 അതാണ് കണക്ക് ശരിക്കും. കുടിക്കും നിങ്ങൾ കുടിക്കും. അല്ലോ ഇതാരാ? ഞങ്ങളൊന്നും കാര്യമൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും കാര്യാക്കണ്ട. ഇപ്പൊ ഒരു വൈറസ് പുതിയ ഇപ്പൊ അങ്ങോട്ട് വന്നാ സൂക്ഷിച്ചിട്ട പോലെ ഇച്ചിരി നേരത്തിന്റെ ഇപ്പൊ ചിരിക്കൊക്കെ ചെയ്യൂട്ടോ ഞങ്ങള്. നിങ്ങൾ ചിരിക്കൊക്കെ ചെയ്യും. അതെ അതെ ഇപ്പൊ എടുത്തുകൊണ്ട് പോകുന്നാണ് അവളുടെ ഒരു പേടി. ഇപ്പൊ ഒരു പുതിയ 4-ാം മാസം തുടങ്ങിയൊരു സാധനമാണ്. എന്റെ ഉമ്മ അടുത്തല്ലാണ്ട് വേറെ ഒരാളുടെ അടുത്തും പോവില്ല. ഇല്ല പക്ഷെ പോവും. എങ്ങനെയാണെന്നറിയോ? 2-3 പ്രാവശ്യം മറ്റേ കാരിയറിലിട്ട് നമ്മൾ 3-4 റൗണ്ട് നടന്നു കഴിഞ്ഞാൽ അവള് സെറ്റ് ആവും. എന്നിട്ടാ ഇങ്ങനെ. പിന്നെ മുമ്പ് മറ്റേ
സുഖം ശ്ശെ, മണവാളൻ. സുന്ദരനൻ സുന്ദരി ഇല്ലേ? വരുത് ഐസ് മാറി, ഹെയർ മാറി, കമ്മലൊക്കെ ഇട്ട്. കമ്മലെപ്പ ഇട്ടേ? എപ്പ കമ്മലിട്ടെ? നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല, നീ എടുത്തു കൊണ്ടുപോയാലോ? ആരൊക്കെയാ കൊറേ ആൾക്കാര് വന്നിരിക്കുന്നത്? നിന്റെ വല്യമ്മയുടെ ഇത് വെച്ച് കൊടുക്കുന്നു സ്പീക്കർ. അപ്പൊ വല്യമ്മ എന്ത് വർത്തമാനം പറഞ്ഞ ആൾക്കാർ റെക്കോർഡ് ചെയ്ത് കേൾക്കണവരെന്ത് വിചാരിക്കുക? അതെ, നല്ല രീതിക്ക് വേണ്ടേ? ഉമ്മിമാനെ പറയണ കണ്ടിട്ട് വല്യമ്മയുടെ ശബ്ദം നല്ല ശബ്ദങ്ങള് മതിയായ അങ്ങനെയല്ല കഥയാണ്. മമ്മ ഇവിടെ ഉണ്ട്. ഉള്ളു മമ്മ ഉണ്ട്, സുന്ദരമാമ്മ ഉണ്ട്, അഞ്ചുമ്മ ഉണ്ട്. മൂത്താപ്പ എന്ത് പറഞ്ഞു പിക്കുഷേ? എന്റെ പൊന്നിന് കുറച്ച് ഉറപ്പൊക്കെ വരുന്നുണ്ട്. മൂത്താപ്പ ഉപദേശത്തിന് സമയം കുട്ടിയുടെ പപ്പ വന്ന് എന്ത് ചെയ്യണോ? കൊച്ചി എയർപോർട്ടിൽ വന്നാല് ആളെ ഇറങ്ങി വരുമ്പോ ഹലോ പപ്പ എന്ന് പറഞ്ഞ് കൈ കാണിക്കുക. പറ്റുമെങ്കിലും ഒന്ന് ചിരിച്ചോ. കരയരുത്. പെൺകുട്ടി ഒക്കെ ഏറ്റ് അവള് ശരിക്കും പപ്പ വരുമ്പോ പപ്പ വന്നാ നല്ല ഗുഡ് ഗേളാണ്. മൂത്താപ്പയാണ് എല്ലാ ഉപദേശവും ആ ഫുള്ള് ഉപദേശം കേട്ടിരുന്നിട്ടുണ്ടെന്നുള്ളതാ. എല്ലാ ഉപദേശവും തലക്കടഞ്ഞു കുട്ടിക്ക് അച്ചടക്കത്തോടി കേട്ടിരുന്ന്. എന്താ പറഞ്ഞത് മൂത്താപ്പ പിക്കുഷേ? ഇപ്പൊ മുറുക്കാൻ മുറുക്കിയ മുഖമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ അതാണ് ഞാൻ കണ്ട് മടുത്തു തുടങ്ങിട്ട് എന്റെ കുട്ടിക്ക് ചുമച്ച്. ഞങ്ങളുടെ ബോറടിയുടെ ഫസ്റ്റ് ലക്ഷണം എന്നുവെച്ചിട്ട് ആദ്യക്കുള്ള വലിയ കരച്ചിൽ എങ്ങനെ കരയാന്നിട്ട് അറിയില്ല. ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനത്തെ ആള് അതെ 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 സുന്ദരമാമ എന്ത് പറയുന്നു പിക്കുഷേ? സുന്ദരമാമനോട് പറഞ്ഞേ. സുന്ദരമാമനെ ഫുള്ള് സ്കാൻ ചെയ്തോണ്ടിരിക്കുക. സുന്ദരമാമ കണ്ട മമ്മ അടുത്ത് വരുന്ന പൊന്നു വരുന്ന എന്റെ ശുണ്ടരി പെണ്ണ്. ഇതാണ് എന്റെ ശുണ്ടരി പെണ്ണ്. കുട്ടിനത് വെക്കണില്ല ഇപ്പൊ വേണ്ടല്ലേ? നമുക്ക് പപ്പാനെ കാണുന്ന സമയത്ത് വെച്ച് സുന്ദരിയാവാം. മൂത്താപ്പ പറഞ്ഞ സ്ഥിതിക്ക് വെക്കില്ല. വെക്കുമ്പോ അല്ലെങ്കിൽ കുറച്ച് വെക്കുമ്പോ അവൾക്ക് അറിയില്ല. കാരണം ഇത് മറ്റേ എലാസ്റ്റിക് അല്ല, ഇതല്ല. അതുകൊണ്ട് തലയിൽ അതൊരു കുഴപ്പമുണ്ടാവില്ല. അതെ, തല വെക്കാം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാം. മറ്റേ പൂക്കി വെച്ചിട്ട് നമുക്ക് ഇരിക്കാം. നമുക്ക് എല്ലാവർക്കും പപ്പന് നമ്മൾ എങ്ങനെ വെൽക്കം ചെയ്യാ? കുട്ടി ഫ്ലവർ കൊണ്ടോണ്ടോ? കുട്ടി ഫ്രഷ് ഫ്ലവർ കൊണ്ടോണ്ടോ? എനിക്ക് ഫ്രഷ് ഫ്ലവർ മേടിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, അങ്കമാലി ഇട്ടു. അങ്കമാലിയില്ല. അന്ന് നമ്മള് പോകുമ്പോ ഉണ്ട്, നമ്മള് കണ്ടിട്ടുണ്ടായി. പിന്നെ നമുക്ക് നേരം ഉണ്ടായില്ല. അപ്പൊ അമ്മക്ക് ഫ്രഷ് ഫ്ലവർ ആയിട്ട് പോവാ. എയർപോർട്ട് തീരെ അറിയണ്ടേ? പിതിമല ഇതാണ് നമ്മൾ കോമാളിയാവണം. അതിനനുസരിച്ച് എന്റെ കുട്ടി ഞങ്ങൾക്കെല്ലാം ഇഷ്ടം. അതറിഞ്ഞിട്ടില്ല. മമ്മ എങ്ങനെ ചുമക്ക? മനസ്സിലായി, ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ സ്വിച്ച് ഇട്ട പോലെ ഞങ്ങൾ നിർത്തുന്നതാണ്. സ്വിച്ച് ഇട്ട പോലെ ഞങ്ങൾ നിർത്തി.
എന്നാണ് ഞങ്ങള് കരച്ചിലിന്റെ പവർ. വേണമെന്ന് ചപ്പ നിർത്തും ഞങ്ങള്. ഇപ്പൊ ഈ ചെടീനെ ഞാനും അഫ്സും കൂടി പോയിട്ടേ നോമ്പ് തുറക്കുള്ള കരിമ്പിൻ ജ്യൂസ് മേടിച്ച് കൊണ്ടുവരാം. നമ്മളെ ഗേറ്റിന്റെ മുന്നിൽ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാവും. എൻ്റെ ഉമ്മാക്കാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് കരിമ്പിൻ ജ്യൂസ് കുടിച്ചാൽ ആകെ സമാധാനം. ഞാനും അഫ്സും പോയിട്ട് കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് വേഗം വരാം, 5 ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ് ഞങ്ങളിത് പെട്ടെന്ന് ഈ ഗേറ്റിന്റെ തൊട്ട് മുന്നില. പിന്നെ ഞാൻ വേറൊരു സങ്കട വാർത്ത ഞാൻ പറയട്ടെ. ഈ വെയിറ്റ് ചെയ്തിട്ട് എന്താ പറയാ ഇതായിട്ട് 8 മണിക്ക് എത്തേണ്ട അംജുക്ക 9 മണിക്കാണ് എത്തുന്നത്. 1 hour ഡിലേ ഫ്ലൈറ്റ്. അതല്ല ഞാൻ ആലോചിക്കുന്നത്, നമ്മളെ വീഡിയോ എടുക്കുന്നത് പുള്ളിയോട് ഞാൻ 8 മണിക്ക് നമുക്ക് എയർപോർട്ടിൽ പോവാം, ആളും ഞെട്ടിയിട്ടുണ്ടാവും ഈ ഒരു കാര്യം കേട്ടപ്പോൾ 9 മണിയാവും വരാനെന്നുള്ളത്. അതെ 9 മണിയാവും അംജുക്ക എത്താൻ. വാപ്സ് നമുക്ക് പോവാം. നമുക്ക് അറിയി പോവാം. നടന്നു കഴിഞ്ഞാൽ നമ്മളെത്തൂല. ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് കരിമ്പിൻ ജ്യൂസ് മേടിച്ചിട്ട് വരാം. എന്തായാലും ഡിലേ ആയി ഫ്ലൈറ്റ്. അപ്പം നമുക്ക് ഇനി പോയിട്ട് എന്തായാലും വരാം. അല്ല കഴിക്കാൻ എടുക്കാം. കരിമ്പിൻ ജ്യൂസ് മേടിച്ച് ഫോണടിക്കോ ഓഫ് ചെയ്യുമ്പോ ശബ്ദം വരില്ല. ഞാൻ നോക്കുമ്പോ നീ പുറത്തിറങ്ങിയേക്കുന്നത് ഒറ്റ ഫോണടിക്കും. ഞങ്ങള് കരിമ്പിൻ ജ്യൂസൊക്കെ മേടിച്ച് എത്തി. കറക്റ്റ് ഞങ്ങൾ ടൈമിലെത്തിയേക്കുന്നത്. ഞാൻ റെഡി ആയിട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റായി. ഞാൻ പറയാൻ മറന്നുപോയി, എങ്ങനെ ഭംഗിയായിട്ടില്ലേ. ഞാൻ ഇപ്രാവശ്യം ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ കുറച്ച് ഗ്ലിറ്ററൊക്കെ കൂടി ഇട്ട്. ഇതൊന്നും ശരിക്കും ലിപ്സ്റ്റിക് അല്ല, പക്ഷേ ഏതോ സാധനത്തിൻ്റെ ഗ്ലിറ്റർ ഇട്ടിട്ട് ഞാൻ ഇട്ടു, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സമയം 7:30 9 മണിക്കാണ് അംജുക്ക് എത്തുന്നത്. ഞാൻ ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു 9:45 ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. ഞങ്ങളെല്ലാവരും കൂടി സെറ്റായിട്ട് ഞാൻ, ഉമ്മ, അഫ്സു, അഞ്ചു, ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. പിക്ക് ചെയ്യാൻ പോകും വഴിയിൽ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുവാണെങ്കിൽ, ഈ സമയം അതിൻ്റെ എനിക്ക് ഉറപ്പില്ല, പക്ഷെ കിട്ടുവാണെങ്കിൽ ഫ്ലവേഴ്സും മേടിച്ചു പോകും. പക്ഷേ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതേ ആയിരിക്കുന്ന കുട്ടുറുമ്മിയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. എന്നാലും നമ്മളൊരു പൂ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ അംജുക്കാനെ വിളിക്കാൻ കാറി കയറുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇവിടെയാണോ ഞാൻ? ഓക്കെ, പോവാണല്ലോ. അംജുക്ക എത്തിയിട്ടുണ്ട്. അംജുക്കാനെ കാണാൻ പോണേൻ്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു റോസ് കൊടുക്കണമെന്നൊക്കെ. പക്ഷെ അംജുക്കാനെ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്തു കൂട്ടാന്ന് അറിയില്ല. ഇവിടെ പാടുള്ളൂ കേട്ടോ, ഇവിടെ വരെ നിനക്കെന്നെ പൊക്കാൻ പറ്റി. ഞാൻ എടുത്തു തരും. അയ്യോ അംജുക്കാക്ക് ഫസ്റ്റ് റോസ് പിടിക്കണ്ടേ, അടുത്ത് ഞാൻ തരും. ഞാൻ തരാവേ, ഇതൊന്ന് പിടിക്ക്. പീക്കാച്ചിയുടെ വക ഫസ്റ്റ് റോഷി പിടിക്ക്. പപ്പാക്കുള്ള റോഷ്. അപ്പൊ കൊടുക്ക്.
ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ കണ്ടിട്ട് കരയാതിരിക്കുന്നത് ഫസ്റ്റ് ഉടനെ. അയ്യോടാ ഇരിക്കുന്ന നോക്ക്, കാണിച്ചോടക്ക്, നോക്ക്, കരയാതിരിക്കണ പീക്കോസ്. അങ്ങനെ എത്തി, അങ്ങനെ കംപ്ലീറ്റായി. എന്താ വ്യത്യാസം വന്നേക്കുന്നത്? പീക്കോസ് എങ്ങനെയുണ്ട്? ഇല്ലല്ല എന്നെ കാണുമ്പോഴാ സങ്കടം. കൊഴപ്പില്ല, അടുത്തിറക്കും ഇങ്ങനൊക്കെ തന്നെ. ഇതൊക്കെ അറിയാതിരിക്കുന്നേ. നോക്കണം മുഖത്ത് നോക്കണം. വീഡിയോ കോളിൽ കാണുമ്പോ കള്ളക്കച്ചിൽ തുടങ്ങി. വലിയ കുഴപ്പമില്ല ചിരിക്കണം. അയ്യടെ കള്ളി ഇതിപ്പോ മേടിച്ചു. അയ്യോ എടുത്ത്